കൊച്ചി നഗരത്തെ പ്രമുഖരെല്ലാവരും മയക്കുമരുന്നിന് പിടിയിലും. നഗരത്തിൽ നടന്ന വൈറ്റ് കോളർ പാർട്ടിയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. കൊച്ചി നഗരത്തിലെ പ്രമുഖ സ്വകാര്യ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ഉൾപ്പെടെ പലരും മയക്കുമരുന്ന് സംഘത്തിന്റെ വലയിൽപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി നാട്ടിൽ നടക്കുന്ന പല അക്രമങ്ങളുടെയും അന്വേഷണത്തിനൊടുവിൽ എത്തി നിൽക്കുന്നത് പ്രതികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ്. അത്തരം സാഹചര്യത്തിൽ ഉറവിടം തപ്പി പോകുക സ്വാഭാവികമാണ്. പലരും പാതി വഴിയിൽ ഇത് മുടങ്ങി പോകാറുമുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്തെന്നാൽ സമൂഹത്തിലെ ഉന്നത നിലയിൽ ജീവിക്കുന്ന പലരും മയക്കുമരുന്നുകൾക്ക് അടിമകളാണ്. ഇതിൽ ഡോക്ടർമാർ ഉണ്ടെന്നുള്ളത് പരിഹാസകരമായ കാര്യമാണ്. രോഗം മാറ്റേണ്ട, ആരോഗ്യം നിലനിർത്തി ജീവിതം നയിക്കാൻ പഠിപ്പിക്കേണ്ട പലരും ഇന്ന് മാരക മയക്കുമരുന്നുകൾക്ക് അടിമയാണ്. പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കാൻ പോകുന്ന പല കുട്ടികളും ലഹരിക്ക് അടിമകളായി തിരിച്ചു വരാറുണ്ട്. ഇപ്പോൾ സുലഭമായി അവർക്കത് ലഭിക്കാനുള്ള കാരണവും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഡോക്ടർമാരാണ് സ്ഥിരം കസ്റ്റമർ എന്നാണ് ഇപ്പോൾ പിടിയിലായ പ്രതി മൊഴി കൊടുത്തിരിക്കുന്നത്. അതിശയകരമല്ല, ആക്ഷേപകരമായ കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഹോസ്റ്റലുകളിൽ വ്യാപകമായി അതിക്രമം നടക്കാറുള്ളത് ഇപ്പോൾ സ്ഥിരമായി കേൾക്കുന്ന വാർത്തയാണ്. പലരും ലഹരിക്ക് അടിമകളെന്ന് പറയുമ്പോൾ നിസ്സാരവൽക്കരിക്കാറുണ്ട്. ഇപ്പോൾ അതിനുള്ള വ്യക്തമായ ഉത്തരമാണ് ലഭിക്കുന്നത്. കൊച്ചി പോലൊരു നഗരം മയക്കുമരുന്നിന്റെ കയ്യിൽ വിടുന്നത് എത്ര അപകടകരമാണെന്ന് ചിന്തിച്ചു നോക്കാൻ പറ്റുന്നില്ല. സിനിമാ പ്രവർത്തകർ, മറ്റു പല പ്രൊഫഷണൽ കോളേജുകൾ, നിരവധി IT സ്ഥാപനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് ഇത്തരം ക്രൂരത ആവർത്തിച്ചാൽ കേരള സംസ്ഥാനത്തിന്റെ ഒരു ഭാഗം തന്നെ അപകട മേഖലയായി പ്രഖ്യാപിക്കേണ്ടി വരും. മാസ്മര ലോകം നൽകുന്നത് എന്ത് സുഖമാണെന്നറിയില്ല, പക്ഷെ നമ്മുടെ തലമുറ ഇതിന്റെ കുരുക്കിൽ പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുമല്ലെങ്കിൽ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ചിലർ വലകൾ ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നു.